കാർഷിക വാർത്തകൾ. കുരുമുളക് വിലയിൽ തുടർച്ചയായ ഇടിവ്. ബക്രീദ് മുന്നിൽ കണ്ട് ഏലം വിപണി. റബ്ബർ സംഭരണം കുറയുന്നു. കുരുമുളക് വില തുടർച്ചയായ ദിവസങ്ങൾ കുറയുന്നത് മുൻനിർത്തി ഒരു വിഭാഗം കർഷകർ ചരക്ക് വിൽപ്പന നിയന്ത്രിച്ചു. കുരുമുളക് മുൻവാരം റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ച ശേഷം ഒറ്റ ദിവസം പോലും കരുത്ത് തിരിച്ചുപിടിക്കാനാവാതെ തളരുകയാണ്. വൻകിട വ്യവസായികൾ കുറഞ്ഞ വിലയ്ക്ക് നേരത്തെ വിദേശത്തു നിന്നും ഇറക്കുമതി നടത്തി കുരുമുളക് വിറ്റുമാറാൻ നടത്തിയ നീക്കങ്ങളും വിലയെ ബാധിച്ചു. ശ്രീലങ്ക വഴി എത്തിച്ച വിയറ്റ്നാം കുരുമുളകാണ് നാടൻ ചരക്കുമായി കലർത്തി വിറ്റഴിച്ചത്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 69,600 രൂപ. ബക്രീദ് വിൽപ്പന മുന്നിൽ കണ്ട് ഏലക്ക സംഭരിക്കാൻ ആഭ്യന്തര വിദേശ ഇടപാടുകാർ ലേലകേന്ദ്രങ്ങളിൽ മത്സരിച്ചു. ഓഫ് സീസൺ ആയതിനാൽ ലഭ്യത കുറയുമെന്ന് ഒരു വിഭാഗം അന്തർ സംസ്ഥാന വാങ്ങലുകാർ കണക്കുകൂട്ടിയെങ്കിലും മധ്യവർത്തികൾ സ്റ്റോക്ക് വിറ്റുമാറാൻ തിടുക്കം പ്രകടിപ്പിച്ചു. 2 ലേലങ്ങളിലായി 1.25 ലക്ഷം കിലോ ചരക്കാണ് വിൽപ്പനയ്ക്കെത്തിയത്. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ 55,324 കിലോ ഏലക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ 50,888 കിലോയും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 2,834 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,252 രൂപയിലും ലേലം നടന്നു. ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ റബ്ബർ സംഭരണം കുറച്ചു. അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ ഒരു പരിധിവരെ തിരക്കിട്ടുള്ള വാങ്ങലുകളിൽ നിന്നും വ്യവസായികളെ പിന്തിരിപ്പിച്ചത് മൂലം 5ാം ഗ്രേഡ് റബ്ബർ വില 200 രൂപ കുറഞ്ഞ് 19,400 രൂപയായി. 4ാം ഗ്രേഡ് 19,900 നിന്നും 19,700 താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗോതമ്പ് സംഭരണം പൂർത്തിയാക്കിയാൽ മാത്രം റേഷൻ കടകളിൽ ഗോതമ്പ്. സംഭരണം കഴിഞ്ഞ വർഷത്തിനൊപ്പമെത്തിയിട്ടില്ലെന്ന് വിലയിരുത്തൽ. നിലവിലെ സംഭരണം അവസാനിച്ചതിന് ശേഷമായിരിക്കും പൊതുവിതരണ സമ്പ്രദായങ്ങൾക്ക് കീഴിലുള്ള റേഷൻ കടകൾ അടക്കമുള്ളവയിലേക്ക് ഗോതമ്പ് വിതരണം പുനഃസ്ഥാപിക്കുകയുള്ളൂവെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര പറഞ്ഞു. നിലവിലെ വാങ്ങലുകൾ കഴിഞ്ഞ വർഷത്തെ മൊത്തം സംഭരണം പോലും കടന്നിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിലുള്ള യഥാർത്ഥ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് അദ്ദേഹം സൂചന നൽകി. ഈ വർഷം ഇതുവരെ 25.63 മില്യൺ ടൺ ഗോതമ്പ് സർക്കാർ സംഭരിച്ചിട്ടുണ്ടെന്നും സഞ്ജീവ് ചോപ്ര അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 20.54 ദശലക്ഷം ടണ്ണായിരുന്നുവെന്നും 25% കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വർദ്ധിച്ചുവരുന്ന ഉൽപാദന ചെലവിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാനത്തെ ക്ഷീര കർഷകർ. പരാതിയിലും നടപടിയില്ലാതെ ക്ഷീരവികസന വകുപ്പ്. കാലിത്തീറ്റ, കൂലി, ഇന്ധനം, മരുന്നുകൾ എന്നിവയ്ക്കായി വലിയ തുകയാണ് കർഷകർക്ക് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. പാൽ സംഭരണ വില 70 രൂപയെങ്കിലും ആക്കണമെന്നാണ് കർഷകരുടെ പക്ഷം. പാലിന്റെ ഗുണനിലവാരം അനുസരിച്ചാണ് വില നിർണ്ണയിക്കുന്നത്. വില നിർണ്ണയിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണ്. 2022 ഡിസംബറിലാണ് അവസാനമായി മിൽമ പാൽ വില വർദ്ധിപ്പിച്ചത്. എന്നാൽ പാൽ വില വർദ്ധിപ്പിക്കാനാകില്ലെന്ന നിലപാടിലാണ് ക്ഷീരവികസന വകുപ്പ്. മറ്റു സംസ്ഥാനങ്ങളിൽ പാലുൽപാദന ചെലവ് കുറവായതിനാൽ പാൽ വിലയും കുറവാണ്. അതിനാൽ കേരളത്തിൽ വർദ്ധിപ്പിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് പാൽ കേരളത്തിലെത്തുമെന്ന ആശങ്കയുണ്ട്. പാൽ വില വർദ്ധിപ്പിക്കാതെ തന്നെ ചെലവ് കുറച്ച് ഉൽപാദനം സാധ്യമാക്കാനാകുമെന്നാണ് ക്ഷീരവികസന വകുപ്പ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തനത് നാടൻ വിഭവങ്ങളുമായി നമ്മ ചെന്നൈ നമ്മ മാർക്കറ്റ്. കുറഞ്ഞ വിലയിൽ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും വിൽക്കുകയാണ് ലക്ഷ്യം. കുറഞ്ഞ വിലയിൽ സംസ്ഥാനത്തിന്റെ തനതു പഴങ്ങളും പച്ചക്കറികളും മികച്ച ഗുണമേന്മയോടെ വാങ്ങാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. നമ്മ ചെന്നൈ നമ്മ മാർക്കറ്റിൽ വേനൽക്കാല വിൽപ്പനയ്ക്കായി കൂടുതൽ വിഭവങ്ങൾ എത്തിക്കഴിഞ്ഞു. കത്തീഡ്രൽ റോഡിലെ സെമ്മൊഴി പൂങ്കായിൽ പ്രവർത്തിക്കുന്ന ഇവിടെ നിന്ന് ഇതര ജില്ലകളിൽ നിന്നടക്കമുള്ള പഴങ്ങളും പച്ചക്കറികളും വാങ്ങാനാകും. ഓരോ ജില്ലയിലും കൃഷി ചെയ്യുന്നവ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങി ഹോർട്ടിക്കൾച്ചർ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് വിൽക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നുള്ള ചുവന്ന കറിവേപ്പില, ഡിണ്ടിഗൽ റോസാപ്പിൾ, നെല്ലിക്ക, മഞ്ഞ മത്തങ്ങ, നാമക്കൽ കുരുമുളക് എന്നിവ ഇതിൽ ചിലതാണ്. കൂടാതെ ജാം, ജെല്ലി, സ്ക്വാഷ്, ഹോർട്ടിക്കൾച്ചർ വകുപ്പിന്റെ നീലഗിരി ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അച്ചാറുകൾ, കർഷക ഉൽപാദക കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ, നിലക്കടല എണ്ണ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചസാര ഉൽപാദനം മുൻ വർഷത്തേക്കാൾ 18% കുറവ്. രാജ്യത്തിന്റെ മൊത്തം പഞ്ചസാര ഉൽപാദനം 26.1 മില്യൺ ടണ്ണായിരിക്കുമെന്ന് വിലയിരുത്തൽ. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 18 പഞ്ചസാര ഫാക്ടറികളാണ് അടച്ചത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസ് സമാഹരിച്ച ഡാറ്റ പ്രകാരം 2024 ഒക്ടോബർ 1-നും 2025 ഏപ്രിൽ 30-നുമിടയിൽ പഞ്ചസാര ഉൽപാദനം 18.34% കുറഞ്ഞ് 25.7 മില്യൺ ടണ്ണായി.
എന്നാൽ നടപ്പു സീസണിൽ ഇന്ത്യ 8 ലക്ഷം ടൺ വരെ പഞ്ചസാര കയറ്റുമതി ചെയ്യാൻ സാധ്യതയുള്ളതായും ഭക്ഷ്യ സെക്രട്ടറി പറഞ്ഞു. ഏറ്റവും വലിയ ഉൽപാദകരായ ഉത്തർപ്രദേശിൽ ഈ സീസണിൽ 122 ഫാക്ടറികൾ കരിമ്പ് ക്രഷിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ 111 എണ്ണം പ്രവർത്തനം അവസാനിപ്പിച്ചു. കർണാടകയിൽ 200 ഫാക്ടറികളും തമിഴ്നാട്ടിൽ 30 ഫാക്ടറികൾ വിപണിയുടെ സുസ്ഥിരതയ്ക്കായി വില നിർണ്ണയത്തിലും കയറ്റുമതി നയത്തിലും സർക്കാർ നടപടിയെടുക്കണമെന്നാണ് വ്യവസായ മേഖല ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 198, RSS 5 194, ലാറ്റക്സ് 139, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 71,600, കുരുമുളക് അൺഗാർബിൾ 69,600, ഏലക്ക 2,100 മുതൽ 2,250 വരെ, വെളിച്ചെണ്ണ 26,300, കൊപ്ര 19,000, ചുക്ക് 22,500.